കഴിഞ്ഞ 2 ദിവസമായി കൊച്ചി കേന്ദ്രീകരിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം മുനമ്പം തീരത്ത് നിന്ന് അനധികൃത കുടിയേറ്റം നടന്നിട്ടുണ്ട് ഓസ്ട്രേലിയക്ക് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് എന്നാണ്. അതിന് ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മുനമ്പം തീരത്തിന് സമീപത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ചില ബാഗുകൾ കേന്ദ്രീകരിച്ചാണ് അത് ആദ്യഘട്ടത്തിലുണ്ടായത്. അവിടെ നിന്ന് ബോട്ട് വഴി കുടിയേറ്റം ഉണ്ടായിരിക്കുന്നു. തുടർന്ന് പല തരത്തിലുള്ള കഥകളാണ് അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായിട്ടുള്ള ധാരണ അന്വേഷണ സംഘത്തിന്, പോലീസിന് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ IG വിജയ് സാഖറയുടെ പ്രതികരണമാണ് അല്പം മുമ്പ് വന്നത്. അവിടെ നിന്നൊരു കുടിയേറ്റം ഉണ്ടായി എന്നതിനൊന്നും വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് വന്നിട്ടില്ല. അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നു എന്നാണ്. എന്തായാലും പോലീസ് തന്നെ നൽകുന്ന വിവരം, അവിടെ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതര സംസ്ഥാനത്തേക്കടക്കം അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് ഇനിയും പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ. നമുക്കെന്തായാലും മുനമ്പത്ത് എന്താണ് നടന്നതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടന്നത്, ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത് എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. മുനമ്പത്തിനെത്തി ഞങ്ങളുടെ പ്രതിനിധി ഷബ്ന സിയാദ് തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കൂടി നമുക്ക് കാണാം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മാലിയങ്കര ഹാർബറിന് സമീപത്തുള്ള ഒരു പറമ്പിൽ നിന്നും കുറച്ച് ബാഗുകൾ നാട്ടുകാർ കണ്ടെടുത്തത്. ഇത് പോലീസിനെ അറിയിക്കുകയും പോലീസിൻ്റെ പരിശോധനയിൽ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അടങ്ങിയ കുറേ ബാഗുകളാണ് ഇത് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ചെറായിലെ ഒരു റിസോർട്ടിനടുത്ത് നിന്നും കുറച്ച് ബാഗുകൾ കൂടി കണ്ടെത്തുന്നു. അത്തരത്തിൽ ഈ ബാഗുകൾ കൂടി കണ്ടെത്തിയതോടെയാണ് പോലീസ് ഇത് സംബന്ധിച്ച് വലിയ അന്വേഷണത്തിലേക്ക് തിരിയുന്നത്. ഉപേക്ഷിക്കപ്പെട്ട ബാഗുകൾ കണ്ടെത്തിയതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇന്നലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് 52 ബാഗുകൾ കൂടി പോലീസ് പിടിച്ചെടുക്കുന്നത്. ഈ 52 ബാഗുകൾ പരിശോധിച്ചതിൽ നിന്ന് ചില രേഖകൾ പോലീസിന് ലഭിക്കുകയുണ്ടായി. ഡൽഹി സ്വദേശിയായ ദീപക് എന്നയാളുടെ ചികിത്സാ രേഖകൾ ഇന്നലെയാണ് ലഭിച്ചത്. കൂടാതെ കുറച്ച് ഫോട്ടോകൾ പോലീസിന് ലഭിച്ചു. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആദ്യം കണ്ടെടുത്ത ബാഗിൽ നിന്ന് തന്നെ ചില ബോർഡിംഗ് പാസുകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇത് വിമാന അധികൃതരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അന്വേഷണം ഡൽഹി കേന്ദ്രീകരിച്ച് നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. ആ രീതിയിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മാലിയങ്കര ഹാർബറിലാണ്. ഈ ഹാർബറിൽ നിന്നും ഒരു ദയാമാത എന്ന ബോട്ട് സംശയാസ്പദമായ രീതിയിൽ പുറംകടലിലേക്ക് പോയി എന്ന ഒരു വിവരം ഉണ്ട്. അത്തരത്തിലുള്ള ചില സംശയങ്ങൾ ഈ നാട്ടുകാരും തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ബോട്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഇപ്പോൾ ഊർജിതമായി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ടിൽ കണക്കിൽ കൂടുതൽ ഇന്ധനം നിറച്ചിരുന്നു, കുടിവെള്ളമടക്കം അന്വേഷിച്ചിരുന്നു എന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ ബോട്ട് ഇവിടെ ഓടിക്കുന്ന വെച്ച ബോട്ടാണ്. ഇവിടെ എനിക്ക് ഒരു വർഷത്തോളം ഓടിക്കുന്ന വെച്ച ബോട്ടാണെന്ന് തോന്നുന്നു. കണ്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സംഭവം നടന്നത് ഇന്നലെയാണ്. ഞങ്ങൾ ന്യൂസിലാണ് ഈ സംഭവം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള സംഭവം ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, 2 ദിവസത്തിന് മുമ്പ് ഇത് പോകാൻ കിടക്കുന്ന ദിവസം ഞങ്ങൾ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൊടുത്ത ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബോട്ട് ഇവിടെ ഞാൻ കണ്ടപ്പോൾ സാധാരണ ബോട്ട് പണിക്ക് പോകാൻ വേണ്ടി കിടക്കണ പോലെ തന്നെ സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് പോകണത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, സ്വാഭാവികമായിട്ടും എല്ലാ ബോട്ടും പോകണ പോലെ തന്നെ പോയാണ്. പിന്നെ ഇന്നലെ ന്യൂസിലാണ് ഇന്ന പേരും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ബോട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസമായിട്ട് ആ ബോട്ട് പോണേക്ക് മുമ്പ് അവരുടെ തൊഴിലാളികൾ ഈ ഗ്യാസ് വേണം, വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ ബോട്ടിലൂടെ വെള്ളം കയറ്റാറുണ്ട്. ബോട്ടിലൊക്കെ കുടിവെള്ളം കയറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അവർ വന്ന് സംസാരിച്ചു. അപ്പോൾ എന്തായതാണ് ബോട്ടെന്ന് അറിയാതെ നേരത്തെ നമുക്ക് കയറ്റി കൊടുക്കും. കാരണം നമ്മുടേതായ ബോട്ടുകളിൽ മാത്രമേ കയറ്റി കൊടുക്കുള്ളൂ. എന്നിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല അവർ. അതിൻ്റെ ഒരു ഗ്യാസ് വേണം, വെള്ളം വേണം, 8 കുറ്റി ഗ്യാസ് വേണം, കുറച്ച് വെള്ളം അധികം വേണമെന്നൊക്കെ പറഞ്ഞു. നമുക്കറിയില്ല. നമ്മൾ വെള്ളം വേണമെന്ന് പറയുമ്പോൾ ഈ ബോട്ടുകാരും ഇന്നലെ വെള്ളം വേണമെന്ന് പറഞ്ഞ്, ഇത് ഇവിടെ ഉള്ള ബോട്ടല്ല, തമിഴ്നാട് ബോട്ടാണ്. അവരും വെള്ളം വേണമെന്ന് പറഞ്ഞ് നമ്മൾ അതിനനുസരിച്ച് വെള്ളം അവർക്ക് കൊടുത്തു. അവർക്ക് കൊടുത്തില്ല, ഞങ്ങൾ കൊടുത്തില്ല. അവർക്ക് കുടിവെള്ളം വേണമെന്നാ, ഈ മറ്റേ മിനറൽ വാട്ടർ വേണമെന്നാണ് പറഞ്ഞത്. നമ്മൾ സാധാരണ വെള്ളവും കൊടുക്കണം. ഈ ബോട്ട് കണ്ടെത്തുന്നതിനുള്ള എല്ലാ അന്വേഷണവും ഇപ്പോൾ പോലീസിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഭാഗത്തു നിന്ന് 2 ദിവസങ്ങളായി നടക്കുന്നുണ്ട്. ഈ ബോട്ട് മാർഗം ചിലർ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അഭയാർത്ഥികളായിരുന്ന ചിലർ ഇവിടെ നിന്ന് പോയി എന്ന ഒരു നിഗമനം മാത്രമാണ് ഇപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്.
മറ്റൊന്ന് ഈ ഹാർബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു രീതിയിലുള്ള ഒരു സുരക്ഷാ പരിശോധനയോ അല്ലെങ്കിൽ ഒരു സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെയാണ് ഇവിടെ ബോട്ടുകൾ വരികയും ബോട്ടുകൾ വന്ന് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരൊക്കെ വരുന്നു, എപ്പോൾ വരുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ സർക്കാർ ഏജൻസികളുടെ കയ്യിലോ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലോ ഇല്ല എന്നതാണ്. ദേവമാതാ ബോട്ടിനെ കുറെ അധികം വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഈ അനധികൃത കുടിയേറ്റം എന്നൊക്കെ പുറത്തു വരുന്ന വാർത്തകൾ എത്രമാത്രം സത്യമുണ്ട് എന്നതൊക്കെയുള്ള കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. വരും നിമിഷങ്ങളിൽ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, ആരാണ് അവിടെ നിന്ന് ആ ബോട്ടിൽ പോയിട്ടുള്ളത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ.